So hi students. So in this section we will discuss what is multi-stage amplifier. So why we are introducing this multi-stage concept in the amplifier. എന്തിനാണ് നമുക്കൊരു സിംഗിൾ സ്റ്റേജ് മതി, but why we need this multi-stage amplifier? So next topic is multi-stage amplifier. Multi-stage amplifier. സോ സിംഗിൾ സ്റ്റേജ് ആംപ്ലിഫയർ ഞാനൊന്ന് പറയുന്നു. അതിന്റെ ഗെയിൻ എന്ന് പറയുന്നത് A1 ആണെന്ന് കൊടുക്കുന്നു. ഇതൊരു സിംഗിൾ സ്റ്റേജ് ആണ്, അതുകൊണ്ട് ഇതിനൊരു ഇൻപുട്ട് ഔട്ട്പുട്ട്, ഇൻപുട്ട് വോൾട്ടേജ് ഒരു ഔട്ട്പുട്ട് വോൾട്ടേജ്. ഇതാണ് ഒരു സിംഗിൾ സ്റ്റേജ് ആംപ്ലിഫയർ. ദിസ് ഈസ് കോൾഡ് സിംഗിൾ സ്റ്റേജ് ആംപ്ലിഫയർ. ഒറ്റ സ്റ്റേജ്. ഇതിനകത്ത് നമ്മൾ എഴുതുന്നു A1 ഈക്വൽ ഔട്ട്പുട്ട് വോൾട്ടേജ്, ഗെയിൻ എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് വോൾട്ടേജ് ബൈ ഇൻപുട്ട് വോൾട്ടേജ്. ഇതൊരു സിംഗിൾ സ്റ്റേജ് ആംപ്ലിഫയർ. ഇനി ഞാനൊരു 3 സ്റ്റേജ് ആംപ്ലിഫയർ കൊണ്ടുവരികയാണ്. സെയിം കൺസെപ്റ്റ്, 3 സ്റ്റേജ്. സോ 3 സ്റ്റേജ് ഉണ്ട്, ഒരു ഇൻപുട്ട് ഉണ്ട്, 3 സ്റ്റേജ് ഉണ്ടെന്നാ പറഞ്ഞു. 3 സ്റ്റേജ് ആംപ്ലിഫയർ അല്ലെങ്കിൽ മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയർ. So this is called input voltage, this is called output voltage, this is A1, this is A2 and this is A3. So this is called multi-stage, one more than one. So multi-stage amplifier. So how will you write the overall gain? Overall gain is V output by V input. So multi-stage amplifier വരുവാണെങ്കിൽ gain എന്ന് പറയും overall gain. This is called V output by input is overall gain, not gain. It is overall gain. Sorry. Overall gain. So what is overall gain? We can write A1 into A2 into A3. So this is called the overall gain. So നമുക്ക് നേരത്തെ എത്ര ഗെയിനേ ഉള്ളായിരുന്നു? A1 only. This is A1. But if you are introducing a multi-stage amplifier more than 1 stages, this overall gain will become what? A1 times A2 times A3. So നിങ്ങൾക്ക് പറയാമല്ലോ, gain is improved. So in multi-stage amplifier, what is improved? Gain is improved. Gain improve ചെയ്തു. So in multi-stage amplifier, gain is improved. So എന്തിനു വേണ്ടിയാണ് നമ്മൾ multi-stage യൂസ് ചെയ്യുന്നത്? To improve the gain. ഇവിടെ നമുക്ക് A1 times A2 times A3 ആണ്. ബട്ട് സിംഗിൾ സ്റ്റേജിൽ ഒറ്റ ഗെയിനേ ഉള്ളൂ, A1 ഉള്ളൂ. സോ ഇവിടെ ഗെയിൻ ഇംപ്രൂവ് ആയി. ഇനി ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ DB ഗെയിന്റെ കൺസെപ്റ്റ് ഞാൻ പറയുന്നു. ഓവറോൾ ഗെയിൻ ഞാൻ പറഞ്ഞു A ഓവറോൾ. ഞാൻ സിംപ്ലി പറഞ്ഞത് A1 ഇൻറ്റു A2 ഇൻറ്റു A3. ഇത് ലീനിയറില്ല. ഞാൻ ഈ ഗെയിനെ തന്നെ DBയിൽ കൺസിഡർ ചെയ്യുവാണ്. A ഓവറോൾ DB നോക്കിയാൽ മതി. അതിന്റെ വേരിയേഷൻ എന്താന്ന്, ഗെയിൻ എടുക്കുക, അതിന്റെ 20 ലോഗ് എടുക്കുക. സോ A1 20 ലോഗ് A1 പ്ലസ് 20 ലോഗ് A2 പ്ലസ് 20 ലോഗ് A3. ഇതാണ് DB സ്കെയിലിൽ ഉള്ള വാല്യൂ. ഒരു വാല്യൂവിന്റെ DB സ്കെയിൽ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? 20 ലോഗ് എടുക്കുക, എന്നിട്ട് ആ ഫാക്ടർ എടുക്കുക. അതിന് നമുക്ക് DBയിലുള്ള വാല്യൂ കിട്ടും, ഡെസിബെല്ലിലുള്ള വാല്യൂ കിട്ടും. 20 ലോഗ് ആണ് എടുക്കേണ്ടത്. ഓൺ വൺ കണ്ടീഷൻ 20 ലോഗ് ആണ് എങ്കിൽ ഒരു കണ്ടീഷൻ ആ ഗെയിൻ എന്ന് പറയുന്നത് വിത്ത് റെസ്പെക്ട് ടു ഗെയിൻ മസ്റ്റ് ബി വിത്ത് റെസ്പെക്ട് ടു വോൾട്ടേജ് ആയിരിക്കണം. അല്ലെങ്കിൽ വോൾട്ടേജ് ഗെയിൻ ആയിരിക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് 20 ലോഗ് എടുക്കാൻ പറ്റുള്ളൂ. ഇതൊരു കണ്ടീഷനാണ്. നമുക്ക് 20 ലോഗ് എടുക്കണം ഓൺ വൺ കണ്ടീഷൻ ദാറ്റ് ദ ഗെയിൻ ഈസ് വിത്ത് റെസ്പെക്ട് ടു വോൾട്ടേജ് ഓൺലി. നിങ്ങൾക്ക് ഈ ഒരു വോൾട്ടേജിനെ ബേസ് ചെയ്ത് മാത്രമുള്ള ഗെയിൻസേ ഉള്ളൂ. അത് എപ്പോഴും DBയിലോട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ 20 ലോഗ് എടുക്കുക. ലോഗ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം മൾട്ടിപ്ലിക്കേഷൻ എന്തായിട്ട് മാറും? അഡീഷൻ ആയിട്ട് മാറും. ആഡ് ചെയ്യുക, ഗെയിൻ DB ഗെയിൻ തമ്മിൽ ആഡ് ചെയ്യുക. എന്നാൽ ലീനിയറിലാണെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യുക. സോ 2 വഴി വന്നാലും ഗെയിൻ ഇംപ്രൂവ് ആയി. ഇനി എനിക്ക് ഒരു കാര്യം കൂടെ എനിക്ക് മനസ്സിലാക്കണം. മൾട്ടി സ്റ്റേജ് ഞാൻ ബിൽറ്റ് ചെയ്യുവാണെങ്കിൽ വാട്ട് ഈസ് ദ എഫക്ട് ഓഫ് ബാൻഡ്വിഡ്ത്ത്? ഗെയിൻ നമ്മൾ പറഞ്ഞു, ഇനി എഫക്ട് ഓഫ് ബാൻഡ്വിഡ്ത്ത് എന്താണ്? ഞാൻ അതിന് ഒരു ഗ്രാഫ് വരയ്ക്കുവാണ്. നമ്മുടെ പഴയ ഗ്രാഫ് വലിയ ഗ്രാഫായിട്ട് തന്നെ വരയ്ക്കുക. ഇവിടെ നിങ്ങളുടെ ഫ്രീക്വൻസി, ഇവിടെ നിങ്ങളുടെ ഗെയിൻ ഇൻ DB. ഇപ്പം അറിയാം ഗെയിൻ ഇൻ DB വരയ്ക്കുമ്പോൾ എങ്ങനെയാണ് 20 ലോഗ് എടുക്കുമ്പോൾ DBയിലുള്ള വാല്യൂ കിട്ടും.
ഒരു സിംഗിൾ സ്റ്റേജിലുള്ള ഒരു ഗ്രാഫാണ് ഞാൻ വരയ്ക്കുന്നത്. ഒരു സിംഗിൾ സ്റ്റേജിൽ ഫ്രീക്വൻസി റെസ്പോൺസ് ഇങ്ങനെ കിട്ടി. ഇനി ഞാൻ പറഞ്ഞായിരുന്നു എങ്ങനെയാണ് നമ്മൾ 3dB കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇവിടുന്ന് 3dB എടുക്കാം. 3dB എടുക്കുക എന്ന് പറഞ്ഞാൽ ഇത് ഒരു 70 ആണെങ്കിൽ 70 dB ആണെങ്കിൽ എത്ര dBക്ക് ഞാൻ എടുക്കണം? എത്ര dBക്ക് എടുക്കണം? 70 മൈനസ് 3dB, ദാറ്റ് ഈസ് 67 dBയിൽ മാത്രമേ വരയ്ക്കാവൂ. അവിടെ നിന്ന് എനിക്ക് 2 പോയിന്റ് കിട്ടി. ആ പോയിന്റിനെയാണ് എഫ് എൽ എഫ് എച്ച്. ഇനി ഇതാണ് സിംഗിൾ സ്റ്റേജിൽ. ഇനി മൾട്ടി സ്റ്റേജ് എടുക്കുക. മൾട്ടി സ്റ്റേജ് പറഞ്ഞപ്പോൾ നിങ്ങൾ ഓൾറെഡി പറഞ്ഞിരുന്നു മൾട്ടി സ്റ്റേജിൽ ഗെയിൻ കൂടി. ഗെയിൻ കൂടി, ഇവിടെയും ഗെയിൻ കൂടി. ഗെയിൻ കൂടി. ഇവിടെ മാക്സിമം 70 ഉള്ളിടത്ത് ഇവിടെ മാക്സിമം ഞാൻ പറയുവാണ് ഒരു 100 dB ആയെന്ന് വെച്ചു. ഗെയിൻ 100 dB. ഇനി ഇവിടുന്ന് എങ്ങനെ നമ്മൾ ബാൻഡ് വിഡ്ത്ത് കാൽക്കുലേറ്റ് ചെയ്യും? 100 dB താഴോട്ട് 3 dB എടുക്കാം. മൈനസ്, അന്നേരം നമുക്ക് ഇവിടെ ഒരു പോയിന്റ് കിട്ടി. ആ പോയിന്റ് 100 മൈനസ് എന്ന് പറഞ്ഞാൽ 97 dBയിൽ മാത്രമേ ഫ്രീക്വൻസിയുടെ ആ പോയിന്റ്സ് കൺസിഡർ ചെയ്യാവൂ. ഞാനിവിടെ എഴുതി തന്നെ. ഇത് എഫ് എച്ച്, ഇത് എഫ് എൽ. ഇനി ഇത് നിങ്ങളുടെ മൾട്ടി സ്റ്റേജിലുള്ള, ഇത് ബാൻഡ് വിഡ്ത്ത് മൾട്ടി സ്റ്റേജ്, ഇത് ബാൻഡ് വിഡ്ത്ത് സിംഗിൾ സ്റ്റേജ്, ഇത് മൾട്ടി സ്റ്റേജ്, ഇത് സിംഗിൾ സ്റ്റേജ്. ഏതിനാണ് ബാൻഡ് വിഡ്ത്ത് കൂടുതലും? അന്നേരം മൾട്ടി സ്റ്റേജ് ആകുമ്പോൾ ബാൻഡ് വിഡ്ത്ത് കുറയും, ഗെയിൻ കൂടും. സോ ഐ തിങ്ക് യു ഗോട്ട് ദ പോയിന്റ്. സോ ഈ ഗ്രാഫിൽ നിന്ന് മനസ്സിലായി ബാൻഡ് വിഡ്ത്ത് മൾട്ടി സ്റ്റേജിൽ കുറഞ്ഞു. അന്നേരം ഞാൻ ടേക്കിംഗ് വൺ കൺക്ലൂഷൻ. ഇൻ മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയർ, മൾട്ടി-സ്റ്റേജ് ആംപ്ലിഫയർ രണ്ട് കൺക്ലൂഷൻ എഴുതേണ്ടത്. ഗെയിൻ ഇൻക്രീസ്ഡ്, ബാൻഡ് വിഡ്ത്ത് റെഡ്യൂസ്ഡ്. കറക്റ്റ് അല്ലേ? ബാൻഡ് വിഡ്ത്ത് റെഡ്യൂസ്ഡ്. ഒരു ടേം കൂടി, ഒരു ടേം കുറഞ്ഞു. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഒരു കൺക്ലൂഷൻ എന്ന് പറയാം. ഇൻ ആംപ്ലിഫയർ, വാട്ട് ഈസ് ഗെയിൻ, ബാൻഡ് വിഡ്ത്ത്, പ്രോഡക്റ്റ്. നോക്കിയേ, ഒരു ടേം കൂടി, ഒരു ടേം കുറഞ്ഞു. അന്നേരം അതിന്റെ രണ്ടിന്റെയും കൂടെ പ്രോഡക്റ്റ് എന്തായിരിക്കും? എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. സോ ഇതാണ് നിങ്ങളുടെ കൺക്ലൂഷൻ. ഇതൊരു എക്സാം പോയിന്റ് ഓഫ് വ്യൂല് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ആ ക്വസ്റ്റ്യൻ ഞാൻ ഡയറക്ട്ലി എഴുതുകയാണ്. എക്സ്പ്ലെയിൻ ഗെയിൻ ബാൻഡ്വിഡ്ത്ത് പ്രോഡക്റ്റ്, ഗെയിൻ ബാൻഡ്വിഡ്ത്ത് പ്രോഡക്റ്റ് ഓഫ് ആംപ്ലിഫയർ എന്ന് ചോദിച്ചാലോ, അല്ലെങ്കിൽ എഫക്റ്റ് ഓഫ് കാസ്കേഡിംഗ്. കാസ്കേഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയർ എന്നാണ് പറഞ്ഞത്. കാസ്കേഡിംഗ് ഞാൻ പറയാം. മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയർ. കാസ്കേഡിംഗ് മീൻസ് വാട്ട്? രണ്ട് സ്റ്റേജിനെ കാസ്കേഡ് ചെയ്യുക. And you can check the grammatical meaning. Cascading means combining together. So what is the effect of cascading in amplifiers, or what is the effect of multi-stage amplifier? ഈ രണ്ട് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാലും നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് ഞാൻ ആ പറഞ്ഞ പോയിന്റ് ആണ്. ആദ്യം ഒരു സിംഗിൾ സ്റ്റേജിന്റെ എക്സ്പ്ലെയിൻ ചെയ്യുക, അത് കഴിഞ്ഞ് മൾട്ടി സ്റ്റേജിന്റെ എക്സ്പ്ലെയിൻ ചെയ്യുക, ഗെയിൻ ഇംപ്രൂവ് ചെയ്ത് എഴുതുക, ഗ്രാഫ് വെച്ചിട്ട് നിങ്ങൾ പറയുക ഇത് ബാൻഡ് വിഡ്ത്ത് കുറഞ്ഞു എന്ന്. സോ യു ക്യാൻ കൺക്ലൂഡ് മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയർ ഗെയിൻ ഈസ് ഇൻക്രീസ്ഡ്, ബാൻഡ് വിഡ്ത്ത് ഈസ് റെഡ്യൂസ്ഡ്. ബാൻഡ് വിഡ്ത്ത് ഈസ് റെഡ്യൂസ്ഡ്. സോ യു ക്യാൻ സേ ദാറ്റ് ഗെയിൻ ബാൻഡ്വിഡ്ത്ത് പ്രോഡക്റ്റ് ഈസ് എ കോൺസ്റ്റന്റ്. ഇനി ഞാനൊരു പ്രാക്ടിക്കലി ഒരു സർക്യൂട്ട് പറയാം. നിങ്ങൾക്ക് ഈ മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയർ എങ്ങനെ ഇരിക്കുന്നു ആ സർക്യൂട്ട് ഒന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. രണ്ട് സർക്യൂട്ട് വരയ്ക്കുക, അത് രണ്ടിനും കൂടെ ക്ലബ് ചെയ്യുക, അത്രേ ഉള്ളൂ. എന്നാൽ ഞാൻ ആ സർക്യൂട്ട് ഒന്ന് വരയ്ക്കുകയാണ്. ഇത് നിങ്ങളുടെ സിംഗിൾ സ്റ്റേജ് ആംപ്ലിഫയർ. ഇത് R1, ഇത് R2, ഇത് C in, ഇത് RC, ഇത് RE. ഇവിടെ നിങ്ങളുടെ കപ്ലിംഗ് കപ്പാസിറ്റർ ഉണ്ട് CE. ഇതിങ്ങനെ നിൽക്കട്ടെ. ഇനി നിങ്ങളുടെ കപ്ലിംഗ് കപ്പാസിറ്റർ ഇത് CC അല്ലെങ്കിൽ C ഔട്ട് എന്ന് പറയും. മൾട്ടി സ്റ്റേജ് നമ്മൾ എങ്ങനെ വരയ്ക്കും? വീണ്ടും ഒരു ട്രാൻസിസ്റ്റർ, ഇത് R1,
ഇത് R2, ഇത് RE, ഇത് CE, ഇത് നിങ്ങളുടെ ഔട്ട്പുട്ട്, ഇത് നിങ്ങളുടെ ലോഡ് RL, ഇത് C ഔട്ട്പുട്ട് 2, ഇത് C ഔട്ട്പുട്ട് 1, ഇതും VCC, ഇതും VCC. അന്നേരം ഇതാണ് നിങ്ങളുടെ, ഇത് 2 സ്റ്റേജ് ആംപ്ലിഫയർ ആണ്, 2 സ്റ്റേജ്. ഇനി ഇത് രണ്ടിനെയും കൂടെ എങ്ങനെ ക്ലബ് ചെയ്യുന്നത്? അന്നേരം നമ്മുടെ ഈ ഔട്ട്പുട്ടിനെ പിടിച്ച് ഇതിന്റെ ബേസിലോട്ട് കൊടുക്കുക, രണ്ടിനും ഒരു ഗ്രൗണ്ട് കൊടുക്കുക, സെയിം ഗ്രൗണ്ട്, രണ്ടിനും ഒരേ പവർ സപ്ലൈ കൊടുക്കുക. ഇതാണ് മൾട്ടി സ്റ്റേജ് RC കപ്പിൾഡ് ആംപ്ലിഫയർ. ദിസ് ഈസ് കോൾഡ് RC കപ്പിൾഡ്. എന്തുകൊണ്ട് RC കപ്പിൾഡ് എന്ന് പറയുന്നത്? കപ്പിളിംഗ് ഈസ് ഹാപ്പനിങ് വിത്ത് റെസ്പെക്ട് ടു ദിസ് കപ്പാസിറ്റർ ആൻഡ് റെസിസ്റ്റർ. സോ ദിസ് ഈസ് കോൾഡ് RC കപ്പിൾഡ് മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയർ. സോ നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോ സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. വാട്ട് ഈസ് എ മൾട്ടി സ്റ്റേജ്? സിംഗിൾ സ്റ്റേജ് പറഞ്ഞു, മൾട്ടി സ്റ്റേജ് പറഞ്ഞു. വാട്ട് ഈസ് ദ എഫക്ട് ഇൻ ഗെയിൻ, വാട്ട് ഈസ് എഫക്ട് ഇൻ ബാൻഡ്വിഡ്ത്ത്, ആൻഡ് ആൾസോ വാട്ട് ഈസ് ഗെയിൻ ബാൻഡ്വിഡ്ത്ത് പ്രോഡക്റ്റ്. ഞാൻ അതിന്റെ ഒരു സിമ്പിൾ സർക്യൂട്ട് പറഞ്ഞു. 2 സർക്യൂട്ടും ക്ലബ് ചെയ്യുന്നത് ഔട്ട്പുട്ട് കപ്ലിംഗ് കപ്പാസിറ്റർ വെച്ചിട്ടാണ്. അന്നേരം ഗെയിൻ ഇംപ്രൂവ് ആവും, ബാൻഡ്വിഡ്ത്ത് കുറയും. So these are the sections we discussed so far. Multi-stage amplifier, its effect on bandwidth, its effect on gain, and its circuit. Okay, thank you.